സോ നമ്മളുടെ നെക്സ്റ്റ് ചാപ്റ്ററിന്റെ ഷുവർ ക്വസ്റ്റ്യൻസ്. ഏത് ചാപ്റ്ററാ? പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഷുവർ ക്വസ്റ്റ്യനിലേക്ക് കടന്നിരിക്കുക. ദീസ് ആർ ദ ഷുവർ ക്വസ്റ്റ്യൻസ്. എന്തായാലും ചെയ്ത് അറിഞ്ഞിരിക്കേണ്ട ക്വസ്റ്റ്യൻസ്, ഒരെണ്ണം പോലും തെറ്റിക്കരുത്. ആ ഒരു പോർഷൻ പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന മുക്കിൽ മൂലയ്ക്കുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എടുത്ത് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ PPT. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ബേസിക്കലി ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കിട്ടാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ് മാച്ച് ദ ഫോളോയിങ് എന്ന് പറയുന്നത്. ആ മാച്ച് ദ ഫോളോയിങ് ആണ് ഇവിടെ. നോക്ക്, പ്രോതാലസ് എന്ന് പറയുന്ന ആരാടാ? നമ്മളുടെ ടെറിഡോഫൈറ്റിന്റെ gametophyte. The thalloid gametophyte of pteridophytes is known as prothallus. അതുണ്ടോ നോക്ക്. gametophyte എന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. ആയിക്കോട്ടെ, ഇത് gametophyte of pteridophytes. ടെറിഡോഫൈറ്റിന്റെ gametophyte-നെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോതാലസ്. നെക്സ്റ്റ്, coralloid roots. ആരിലായി coralloid roots കാണുക? നമ്മുടെ സൈക്കസ് എന്ന് പറയുന്ന ചെടി, ജിംനോസ്പേമിന്റെ സൈക്കസിൽ. യെസ്, സൈക്കസിന്റെ പേര് അവർ തന്നിട്ടുണ്ട്. ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ഒരു ഫുഡ് മെറ്റീരിയൽ, റിസർവ്ഡ് ഫുഡ് മെറ്റീരിയൽ, ഒരു ടൈപ്പ് ഓഫ് ആൽഗയിൽ. ഏത് ടൈപ്പ് ഓഫ് ആൽഗയിലാ? റെഡ് ആൽഗയുടെ ആണ്. യെസ്, റെഡ് ആൽഗ അവർ തന്നിട്ടുണ്ട്. പ്രോട്ടോണിമ അതെവിടെയാ? ഇറ്റ് ഈസ് ദി gametophyte ഓഫ് മോസസ്. മോസസിന്റെ gametophyte-നെ നമ്മൾ വിളിക്കുന്നതാ. മോസസിന്റെ എന്താ ഇത്? gametophyte ആണ് ഈ പ്രോട്ടോണിമ എന്ന് പറയുന്നത്. ക്ലിയർ? സിംപ്ലസ്റ്റ് 2 മാർക്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹോൾഡ് ഫാസ്റ്റ്, സ്റ്റൈപ്പ് ആൻഡ് ഫ്രോണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ദ പ്ലാന്റ് ബോഡി ഓഫ്. ഈ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഹോൾഡ് ഫാസ്റ്റ്? അതായത് ഇത് മണ്ണാണെങ്കിൽ മണ്ണില് ഇതാ ഇങ്ങനെ റൂട്ട് പോലെ പിടിച്ചു നിർത്താൻ വേണ്ടി ഒരു സ്ട്രക്ചർ ഉണ്ടാവും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോൾഡ് ഫാസ്റ്റ് എന്ന്. ഇനി തണ്ട് പോലൊരു സ്ട്രക്ചർ വരും, അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റൈപ്പ് എന്ന്. ഇനി ദാ ഇങ്ങനെ ഒരു പോർഷൻ ഉണ്ടാവും, ഫോട്ടോസിന്തസിസ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെ ഒരു പോർഷൻ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രോണ്ട് എന്ന്. സോ ഹോൾഡ് ഫാസ്റ്റും സ്റ്റൈപ്പും ഫ്രോണ്ടും ഈ 3 പാർട്സും ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ആൽഗയ്ക്ക് വരുന്നതാ. ഈ പാർട്സ് അവർക്ക് വരുന്നതാ, ബാക്കി ആൽഗയ്ക്കൊന്നും ഇല്ല. സോ ആ ആൽഗയുടെ പേരാണ് ബ്രൗൺ ആൽഗെ അഥവാ ഫിയോഫൈസിയ എന്ന് പറയുന്ന ഗ്രൂപ്പ്. സോ നമ്മൾ ആൻസർ എന്ന് പറയുന്നത് ഫിയോഫൈസിയ ആണ്. ഓക്കെ, നെക്സ്റ്റ്. The fusion of 2 gametes which are dissimilar in size. 2 gametic fusion, അതായത് സെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ ഒരു ടൈപ്പ് ആണ്. ഡിസിമിലർ സൈസിലുള്ളത്, ഷേപ്പ് സെയിം ആണ്, സൈസ് മാത്രം ഡിഫറെന്റ് ആയിട്ട് വരുന്ന ആ ടൈപ്പ് ഓഫ് ഗാമേറ്റിക് ഫ്യൂഷൻ, അതിനെ വിളിക്കുന്ന പേരാണ് അനൈസോഗമി. സോ ഉത്തരം അനൈസോഗമി ആണ്. സോ ഞാൻ ഇവിടെ ഒന്ന് പറയാണ്, നമുക്ക് എത്ര ടൈപ്പ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആൽഗയിൽ ഉണ്ടായിരുന്നത്? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. സോ ആൽഗയുടെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ 3 ടൈപ്പിലുള്ള സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. ഒന്നാമത്തതാണ് ഐസോഗമി, രണ്ടാമത്തതാണ് അനൈസോഗമി, മൂന്നാമത്തതാണ് ഊഗമി. എത്ര നാളെ? ഐസോഗമി ഉണ്ട്, അനൈസോഗമി ഉണ്ട്, ഊഗമി ഉണ്ട്. സോ ഐസോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാ? അവിടെ 2 ഗാമേറ്റ്സ് ഉണ്ട്. 2 ഗാമേറ്റ്സിന്റെയും സൈസും ഷേപ്പും സിമിലർ ആയിരിക്കും. എന്താ നോക്കിയേ, ഇത് മെയിൽ ഗാമേറ്റ് ആണെങ്കിൽ ഇത് ഫീമെയിൽ ഗാമേറ്റ്. നോക്കി കഴിഞ്ഞാൽ സൈസും ഷേപ്പും സിമിലർ ആയിട്ടുള്ള 2 ഗാമേറ്റ്സ്. അനൈസോഗമി എന്ന് പറയാൻ നേരത്ത് ഷേപ്പ് ഒരേ കണക്കായിരിക്കും, പക്ഷെ സൈസിൽ ഭയങ്കര വ്യത്യാസം. ഒരാൾ വലിയ ഗാമേറ്റും ഒരാൾ ചെറിയ ഗാമേറ്റും ആയിരിക്കും. സോ നോക്കിയോ, ആണേ, ഒരു ഗാമേറ്റ് ഇങ്ങനെയും ഒരു ഗാമേറ്റ് ഇങ്ങനെയായിരിക്കും, വലുതും ചെറുതുമായിട്ടുള്ള സെയിം ഷേപ്പിലുള്ള ഗാമേറ്റ്സ്. ദിസ് ഇസ് അനൈസോഗമി. ഊഗമി കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. ഒരു ഗാമേറ്റിന്റെ സൈസ് ഭയങ്കര വലുതും ഷേപ്പും വേറെ ആയിരിക്കും, അങ്ങനെയുള്ളതാണ് ഊഗമി. സോ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഫീമെയിൽ ഗാമേറ്റ് ആയിരിക്കും വലിയൊരു നോൺ മോട്ടൈൽ ഗാമേറ്റ്. ഇനി അവരുടെ മെയിൽ ഗാമേറ്റ് ചെറിയ മോട്ടൈൽ ആയിട്ടുള്ള ഒരു ഗാമേറ്റും ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഡൺ. നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ ഗ്രൂപ്പ്. കുറച്ച് 4 പോയിന്റുകൾ തന്നിട്ടുണ്ട്. ഏതോ ഒരു ഗ്രൂപ്പിനെ കുറിച്ചുള്ള 4 പോയിന്റാ. സോ നമ്മൾ ബേസിക്കലി അത് ഏത് ഗ്രൂപ്പാണ് എന്ന് പറയണം. നമുക്ക് നോക്കാം. താലസ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. താലസ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ബ്രയോഫൈറ്റ്സിനും വരാം, ആൽഗയ്ക്കും വരാം. ടെറിഡോഫൈറ്റിനും നമ്മളുടെ ജിംനോസ്പേമിനും വരില്ല. ഇത് ബ്രയോഫൈറ്റിനും വരാം, ആൽഗയ്ക്കും വരാം. The male gametes are motile. Motile male gametes. ആൽഗയിൽ ചില ആൾക്കാർക്ക് motile gametes ഉണ്ട്, എല്ലാവർക്കും ഇല്ല. ബ്രയോഫൈറ്റിൽ എല്ലാവർക്കും motile gametes ആണ്. Rhizoids are haploid. Rhizoid എന്ന് പറയുന്നത് ആർക്ക് മാത്രമേ ഉള്ളൂ? ബ്രയോഫൈറ്റിന് മാത്രമേ ഉള്ളൂ, അല്ലേ? യെസ്, ബ്രയോഫൈറ്റിന് മാത്രമേ ഉള്ളൂ റൈസോയിഡ്സ്.
It needs water to complete their life cycle. Completely bryophyte. That is why they are known as the amphibians of plant kingdom. So ആരെ കുറിച്ചാണ് ഈ പറയുന്നത്? Bryophytes എന്ന് പറയുന്ന ഗ്രൂപ്പിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കാൻ കുറച്ച് ടൈം എടുക്കും, ക്വസ്റ്റ്യനും കുറച്ച് വലുതാവും, പക്ഷെ ആൻസർ ഇസ് വെരി സിമ്പിൾ, ഒരു വാക്ക് മാത്രമേ ഉള്ളൂ അല്ലേ. നെക്സ്റ്റ്, നെയിം ദ ഫ്രീ ലിവിംഗ് gametophyte found in pteridophyte. The thalloid gametophyte in pteridophyte is called prothallus. വെരി ഗുഡ്. ഇതൊരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്, അവർക്ക് നാണോ മാനോ ഇല്ലാതെ അവർ പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. The thalloid gametophyte of pteridophyte is called prothallus. ക്വസ്റ്റ്യൻ ഒന്ന് ഞാൻ മാറ്റി. The thalloid gametophyte of Moses. മോസസിന്റെ gametophyte ഫസ്റ്റ് സ്റ്റേജ് അതിന് നമ്മളൊരു പേര് വിളിക്കും. ഇറ്റ് ഇസ് കോൾഡ് പ്രോട്ടോണിമ. യെസ്, പ്രോട്ടോണിമ. അത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. നെക്സ്റ്റ് നോക്കടാ. The juvenile stage of Moses is called, ഞാൻ ഉത്തരം പറഞ്ഞതേ ഉള്ളൂ, മോസസിന്റെ ആ ജുവനൈൽ ഫേസ്, ആ gametophyte ഫസ്റ്റ് സ്റ്റേജ്, ഇറ്റ് ഇസ് കോൾഡ് പ്രോട്ടോണിമ. പ്രോട്ടോണിമ എന്നാണ് അതിനെ നമ്മൾ വിളിച്ച പേര്. പ്രോട്ടോണിമ കഴിഞ്ഞൊരു സ്റ്റേജ് വരുമല്ലോ, അതിന്റെ പേരാണ് ലീഫി സ്റ്റേജ്. ഗുഡ്. നെക്സ്റ്റ്, റിസർവ് ഫുഡ് ഓഫ് റോഡോഫൈസിയെ. സോ നമുക്ക് 3 ടൈപ്പ് ആൽഗെ ഉണ്ട് അല്ലേ, ക്ലോറോഫൈസിയെ, റോഡോഫൈസിയെ, ഫിയോഫൈസിയെ. അതില് റോഡോഫൈസിയുടെ റിസർവ്ഡ് ഫുഡ് ഏതാണെന്ന് ചോദിക്കുന്നത്. ബാക്കിയെല്ലാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ വരും. റോഡോഫൈസിയുടെ മാത്രം റിസർവ്ഡ് ഫുഡിന്റെ പേരാണ് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്റ്റാർച്ച്. ഇറ്റ് ഇസ് കോൾഡ് ഫ്ലോറീഡിയൻ സ്റ്റാർച്ച്. ഫ്ലോറീഡിയൻ സ്റ്റാർച്ച് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഈ ഫ്ലോറീഡിയൻ സ്റ്റാർച്ചിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സിമിലർ ടു ഡാഷ്, സിമിലർ ടു ഡാഷ് ആൻഡ് ഡാഷ്. ആരൊക്കെ ആയിട്ട് സിമിലർ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് ഈ ഫ്ലോറീഡിയൻ സ്റ്റാർച്ചിനുള്ളത്? ആർക്കായിട്ട് സിമിലർ ആയിട്ടുള്ളതാ? അമൈലോപെക്റ്റിനും, അമൈലോപെക്റ്റിൻ ആൻഡ് ഗ്ലൈക്കോജൻ. ഗ്ലൈക്കോജനും അമൈലോപെക്റ്റിനും സിമിലർ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലാജിനെല്ല ആൻഡ് സാൽവീനിയ ഷോ എ യുണീക് ഫീച്ചർ ഇൻ സ്പോർ പ്രൊഡക്ഷൻ. സ്പോർ പ്രൊഡക്ഷൻ വേണ്ടി ഒരു യുണീക് ഫീച്ചർ കാണിക്കുന്നവരാ സെലാജിനെല്ല ആൻഡ് സാൽവീനിയ. വാട്ട് ഇസ് ദിസ് ഫീച്ചർ? എന്താ ഈ ഫീച്ചറിന്റെ പേര്? 2 ടൈപ്പ് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യും. ദിസ് ഫീച്ചർ ഇസ് കോൾഡ് ഹെറ്ററോസ്പോറി അല്ലേ. ദിസ് ഫീച്ചർ ഇസ് കോൾഡ് ഹെറ്ററോസ്പോറി. ആ ഫീച്ചറിന്റെ പേരാണ് ഹെറ്ററോസ്പോറി. ക്വസ്റ്റ്യൻ തീർന്നില്ല. കമന്റ് ഓൺ ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്. ഈ ഹെറ്ററോസ്പോറിക്ക് എന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ഉള്ള സാധനമാണോ? യെസ്, ദിസ് ഹെറ്ററോസ്പോറി ഇസ് എ വെരി ഗുഡ് പ്രീകേഴ്സർ ടു സീഡ് ഹാബിറ്റ്. അതെന്താണ്? ഇറ്റ് ഈസ് എ ഹെറ്ററോസ്പോറി. ഹെറ്ററോസ്പോറി is a precursor to seed habit. seed habitന് ഒരു പ്രീകേഴ്സർ ആയിട്ട് നടക്കുന്ന സാധനമാണ് ഈ ഹെറ്ററോസ്പോറി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ പ്രീകേഴ്സർ ടു സീഡ് ഹാബിറ്റ് എന്ന് പറയുന്നത്? ബിക്കോസ് ഇവിടെ അവരുടെ ഫീമെയിൽ ഗാമറ്റോഫൈറ്റിന്റെ ഉള്ളിലാണ് എന്ത് നടക്കുക? എംബ്രിയോ ഡെവലപ്മെന്റ് നടക്കുക. ഈ എംബ്രിയോയും ഫീമെയിൽ ഗാമറ്റോഫൈറ്റും കൂടെ എവിടെ ഇരിക്കുക? അവരുടെ മെയിൻ പേരന്റ് സ്പോറോഫൈറ്റിൽ ഇരിക്കുകയാണ്. ഇത് എവിടെ നടക്കുന്നതാ? സീഡ് പ്രൊഡ്യൂസിംഗ് പ്ലാന്റ്സിൽ നടക്കുന്നതാ. അതുകൊണ്ടാണ് ഇറ്റ് ഇസ് എ പ്രീകേഴ്സർ ടു സീഡ് ഹാബിറ്റ് ആൻഡ് ഇറ്റ് ഇസ് ആൻ ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് ഇൻ എവല്യൂഷൻ. എവല്യൂഷൻ ഒരു ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് ആണ് നമ്മൾ പറയുന്നത്. ദിസ് മീൻസ് ഇതിന്റെ അർത്ഥം എന്താ? The embryo development takes place inside. The embryo development takes place inside the female gametophyte. Female gametophyte-ന്റെ ഉള്ളിൽ വെച്ചാണ് embryo development നടക്കുന്നത്. And this in turn occurs inside the parent sporophyte. ഇത് എവിടെ ഇരിക്കുന്നത്? എവിടെയാ? ഇത് parent sporophyte-ന്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. ലൈക്ക് ഇൻ സീഡ് പ്രൊഡ്യൂസിംഗ് പ്ലാന്റ്. സീഡ് പ്രൊഡ്യൂസിംഗ് പ്ലാന്റ്സിലെ കണക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ എവല്യൂഷൻ. എന്താ? ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ എവല്യൂഷൻ. എവല്യൂഷന്റെ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണിത്. മറന്നു പോയിനി? ഇല്ലല്ലോ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. മാച്ച് ദ ഫോളോയിങ്. വോൾവോക്സ് എന്ന് പറയുന്ന ആള് ബ്രയോഫൈറ്റ് ആണോ, ആൽഗെ ആണോ, ജിംനോസ്പേം ആണോ, ടെറിഡോഫൈറ്റ് ആണോ? വോൾവോക്സ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൽഗെ. നമ്മളുടെ ഒരു ആൽഗേക്ക് എക്സാമ്പിൾ ആണ് ഈ വോൾവോക്സ്. വേറെ കളറിലൊക്കെ ആൽഗെ. പൈനസ് എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിളാ? ജിംനോസ്പേം എന്ന് പറയുന്ന ഗ്രൂപ്പിന് എക്സാമ്പിൾ ആണ് പൈനസും സൈക്കസും. സാൽവി
സാൽവീനിയ നമ്മളുടെ ഒരു ഹെട്രോസ്പോറസ് ടെറിഡോഫൈറ്റ് എക്സാമ്പിൾ ആണ് സെലാജിനെല്ലയും സാൽവീനിയ. സോ സാൽവീനിയ എന്ന് പറയാൻ നേരത്ത് ടെറിഡോഫൈറ്റ്. മാർക്കാൻഷ്യ ബ്രയോഫൈറ്റിലെ ലിവർവേർഡ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നതാണ് മാർക്കാൻഷ്യ. സോ അത് ബ്രയോഫൈറ്റ്. ഓക്കെ, നെക്സ്റ്റ്. ജയന്റ് റെഡ്വുഡ് ബിലോങ്സ് ടു വിച്ച് പ്ലാന്റ് ഗ്രൂപ്പ്? ജയന്റ് റെഡ്വുഡ് ട്രീ എന്ന് പറയുന്ന ഒരു വലിയ ട്രീ ഇല്ലേ, ആ ജയന്റ് റെഡ്വുഡ് ട്രീ, സെക്വ എന്നൊക്കെ പറയുന്ന ട്രീസ്, ഇതൊക്കെ ഏത് ഗ്രൂപ്പിൽ വരുന്നതാ? ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേം. അതിൽ ഏത് ഗ്രൂപ്പിൽ വരുന്നതാ? ജിംനോസ്പേംസ്. യെസ്, വെരി ഗുഡ്. ജിംനോസ്പേംസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നതാ ജിംനോസ്പേംസ്. ഓക്കെ, നെക്സ്റ്റ്. Agar is a medium used for microbial growth and also in the preparation of ice creams and jellies. Yes, agar എന്ന് പറയുന്നത് മൈക്രോബിയൽ ഗ്രോത്തിനും ഐസ്ക്രീമും ജെല്ലിയൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന സാധനമാണ്. നെയിം ടു ആൽഗെ ഫ്രം വിച്ച് അഗർ ഇസ് പ്രൊഡ്യൂസ്ഡ്. അഗർ പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് ആൽഗയുടെ പേര് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജി വെച്ചുള്ള രണ്ട് ആൽഗെ. ഒന്ന് ജെലീഡിയം എന്ന് പറയുന്ന ഒരു ആൽഗെ, രണ്ടാമത്തത് ഗ്രാസിലേറിയ എന്ന് പറയുന്നത്. സോ ഗ്രാസിലേറിയ ആൻഡ് ജെലീഡിയം ആണ് അഗർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെയിം ദ ആൽഗൽ ഗ്രൂപ്പ് ഇൻ വിച്ച് ദേ ബിലോങ്സ് ടു. ഇവർ ഏത് ആൽഗൽ ഗ്രൂപ്പിലാണ് വരികയാണ്? അതായത് 3 ആൽഗൽ ഗ്രൂപ്പ് ഇല്ലേ, ക്ലോറോഫൈസിയ, ഫിയോഫൈസിയ, റോഡോഫൈസിയ. അതിൽ ഈ 3 ഏത് ഗ്രൂപ്പിലാണ് ഗ്രാസിലേറിയ ജെലീഡിയം വരിക? റെഡ് ആൽഗയാണ് ഇവര്. റോഡോഫൈസിയെ എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് ഇവർ വരിക. ഏതാ? റോഡോഫൈസിയ എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഓക്കെ, ഡൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൽഗെ are used as food supplements by space travelers. Space travelers food ആയിട്ട് യൂസ് ചെയ്യുന്ന ആളാണ് ആൽഗെ. For what purpose they are used as food supplement? എന്ത് പേർപ്പസിലാണ് ഇവരെ ഫുഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്? അവരിൽ എന്തെങ്കിലും സാധനം കൂടുതലുണ്ടോ? ഉണ്ട്. എന്ത് സാധനമാണ് കൂടുതൽ? പ്രോട്ടീൻ. So these algae are rich in protein. പ്രോട്ടീൻ കൂടുതലായത് കാരണമാണ് ഈ ആൽഗേസിനെ നമ്മൾ ഫുഡ് സപ്ലിമെന്റ് ആയിട്ട് സ്പേസ് ട്രാവലേഴ്സ് യൂസ് ചെയ്യുന്നത്. ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ സച്ച് ആൻ ആൽഗെ. അങ്ങനെ പ്രോട്ടീൻ റിച്ച് ആയിട്ട് സ്പേസ് ട്രാവലേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ആൽഗയ്ക്ക് എക്സാമ്പിൾ പറ. ക്ലോറെല്ല അല്ലെങ്കിൽ സ്പൈറുലിന. ഒരാളെ ചോദിച്ചിട്ടുണ്ട്, സോ നമ്മൾ ക്ലോറെല്ല എന്ന് എഴുതി. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which plants are known as the amphibians of plant kingdom? ഏത് പ്ലാന്റിനെയാണ് നമ്മൾ ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്നത്? ഏത് പ്ലാന്റിനെ ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്നത്? സിമ്പിൾ, നമ്മളുടെ ബ്രയോഫൈറ്റ്സിനെയാണ്. യെസ്, നമ്മളുടെ ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്ന കൂട്ടരെയാണ് നമ്മൾ ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്നറിയപ്പെടുന്നത്. ഗിവ് റീസൺ. Why these bryophytes are known as the amphibians of plant kingdom? അവർ കുറച്ചു നേരം വെള്ളത്തിലും കുറച്ചു നേരം കരയിലും പോയി താമസിക്കുമോ? ഇല്ല, മൂവ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ they live in soil. അവർ താമസിക്കുന്നത് സോയിലിൽ തന്നെ. But they need water for their sexual reproduction. അവരുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വെള്ളം വേണം. കരയിൽ താമസിക്കുകയും വേണം, സെക്ഷൽ റീപ്രൊഡക്ഷൻ വേണ്ടി വെള്ളവും വേണം. That is why they are known as the amphibians of plant kingdom. So അത് എഴുതണം. Why എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ they live in soil, അല്ലേ? They live in soil, but they need water for their sexual reproduction. They need water for their sexual reproduction. അതുകൊണ്ടാണ് they are known as the amphibians of plant kingdom. Okay, next question. Observe the figure given below. It shows 2 phases in the life cycle of a plant. ഒരു പ്ലാന്റിന്റെ 2 ഫേസസ് ആണ് കാണിച്ചിട്ടുള്ളത്. അതിൽ ഒരു ഫേസ് അവർ എ എന്ന രീതിയിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ? ആ ഫേസ് കണ്ടോ? ഇതാണ് പ്ലാന്റ്. പ്ലാന്റിന്റെ പേര് പറയാമോ? അവർ എ മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് ബിയും കൂടി അടയാളപ്പെടുത്തി. നിങ്ങൾ എനിക്ക് എയും ബിയും ആരാന്ന് പറഞ്ഞു തരണം. സോ ഇത് ഏത് പ്ലാന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഫ്യൂണേറിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. സമ്മതിച്ചു, ഫ്യൂണേറിയ ആണ് തന്നിട്ടുള്ളത്. എ ഏത് പാർട്ടാണ്? ബി ഏത് പാർട്ടാണ്? എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്പോറോഫൈറ്റ് എന്ന് പറയുന്ന പാർട്ടാണ് എ. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അവരുടെ ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്ന പാർട്ട്. ഓക്കെ, ഗാമറ്റോഫൈറ്റ്. ഇനി ഇവരെ ഗാമറ്റോഫൈറ്റ് ആണോ സ്പോറോഫൈറ്റ് ആണോ മെയിൻ? ഇവര് ഗാമറ്റോഫൈറ്റ് ആണ് അവരുടെ മെയിൻ ജനറേഷൻ. സ്പോറോഫൈറ്റ് അവരുടെ നോൺ ഡോമിനന്റ് ജനറേഷൻ. ആ സ്പോറോഫൈറ്റിന് തന്നെ ജീവിക്കാൻ കഴിവുണ്ടോ? ഇല്ല, അവരെ ഗാമറ്റോഫൈറ്റിന് മാത്രമേ തന്നെ ജീവിക്കാൻ കഴിവുള്ളൂ. സ്പോറോഫൈറ്റ് എപ്പോഴും ഈ ഗാമറ്റോഫൈറ്റിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാ. ഈ ഗാമറ്റോഫൈറ്റിൽ അറ്റാച്ച്ഡ് ആയിട്ടായിരിക്കും എപ്പോഴും ഇവരുടെ സ്പോറോഫൈറ്റ് നിൽക്കുന്നത്. കണ്ടില്ലേ? അങ്ങനെ അറ്റാച്ച് ചെയ്യുമ്പോൾ അതിന് 3 പാർട്സ് ഉണ്ടടാ. ഒന്ന് ഈ അറ്റാച്ച് ചെയ്യുന്ന പോർഷൻ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫൂട്ട്. ഈ തണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് സീറ്റ.
ദാ ഈ ഒരു സംഭവം അതിനെ വിളിക്കുന്ന പേരാണ് ക്യാപ്സ്യൂൾ. സോ സ്പോറോഫൈറ്റിന്റെ പാർട്സ് ആണ് ഈ ഫൂട്ടും സീറ്റയും ക്യാപ്സ്യൂളും. ഇനി ഈ റൂട്ട് പോലുള്ള സാധനങ്ങൾ നമ്മൾ വിളിക്കുന്ന പേരാണ് റൈസോയിഡ്സ്. അത് ഗാമറ്റോഫൈറ്റിന്റെ പാർട്ടാ. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടന്നില്ല. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഐഡന്റിഫൈ ദ ഫേസ് മാർക്ക്ഡ് ആസ് എ. സോ എ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ഫേസ് എന്ന് പറയുന്നത് സ്പോറോഫൈറ്റ് ആണ്. നെക്സ്റ്റ്, റൈറ്റ് എനി പെക്യുലാരിറ്റീസ് ഓഫ് ദ സ്റ്റേജ്. ഈ സ്റ്റേജിന്റെ പെക്യുലാരിറ്റി എന്തൊക്കെയാ? ഒന്ന്, ഇറ്റ് ഇസ് എ ഡിപ്ലോയിഡ് ഫേസ് അല്ലെ. ഇത് ഈ പ്ലാന്റിന്റെ ഡിപ്ലോയിഡ് ഫേസ് ആണ് ഇവരുടെ സ്പോറോഫൈറ്റ്. അതിന് എത്ര പാർട്സ് ഉണ്ട്? ഇറ്റ് ഹാസ് ഫൂട്ട്, സീറ്റ ആൻഡ് ക്യാപ്സ്യൂൾ. ഫൂട്ട്, സീറ്റ, ക്യാപ്സ്യൂൾ ഉള്ള ആളാണ് ഈ സ്പോറോഫൈറ്റ്. ഇയാൾ ആരെ പ്രൊഡ്യൂസ് ചെയ്യും? ഈ സ്പോറോഫൈറ്റ് വിൽ പ്രൊഡ്യൂസ് സ്പോർസ്. സ്പോർസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ സ്പോറോഫൈറ്റാ. ഈ സ്പോറോഫൈറ്റിന് ഒറ്റയ്ക്ക് താമസിക്കാനുള്ള കഴിവുണ്ടോ? നോ, ഇറ്റ് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ ദി ഗാമറ്റോഫൈറ്റ്. സോ ഗാമറ്റോഫൈറ്റില് ഡിപ്പെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ആളാണ് നമ്മുടെ ഈ സ്പോറോഫൈറ്റ് എന്ന് പറയുന്ന ആള്. ഓക്കെ, ക്ലിയർ? ഡൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഓഫ് ബ്രയോഫൈറ്റ്. ബ്രയോഫൈറ്റിന്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഏത്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഏത്? മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനെ വിളിക്കുന്ന പേരാണ് ആന്തറിഡിയം അല്ലെ. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനെ വിളിക്കുന്ന പേരാണ് ആന്തറിഡിയം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനെ വിളിക്കുന്ന പേരാണ് ആർക്കിഗോണിയം. എന്താ വിളിക്കുന്ന പേര്? ആർക്കിഗോണിയം. ക്വസ്റ്റ്യൻ തിരിച്ചു ചോദിക്കാം. What is the male and female gametes in bryophyte? അവരെ ഗാമേറ്റ്സിനെ വിളിക്കുന്ന പേര് എന്താണ് എന്നൊരു ക്വസ്റ്റ്യൻ വേണമെങ്കിലും വരാം. എന്താ ഗാമേറ്റിനെ വിളിക്കുന്ന പേര്? മെയിൽ ഗാമേറ്റിനെ വിളിക്കുന്ന പേര്, ആന്തറിഡിയത്തിനകത്ത് ഉണ്ടാവുന്ന മെയിൽ ഗാമേറ്റിന്റെ പേരാണ് ആന്തറോസോയിഡ്സ്. ആർക്കിഗോണിയത്തിനകത്ത് ഉണ്ടാവുന്ന ഫീമെയിൽ ഗാമേറ്റ്സിന്റെ പേരാണ് എഗ്. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ്. In which plant group do we see mycorrhiza and coraloid roots? ഏത് പ്ലാന്റ് ഗ്രൂപ്പിലാണ് നമ്മൾ മൈക്കോറൈസയും കോർലോയിഡ് റൂട്ട്സും ഒക്കെ കാണുന്നത്? ആൽഗയിലാണോ, ബ്രയോഫൈറ്റിലാണോ, ടെറിഡോഫൈറ്റിലാണോ, ജിംനോസ്പേമിലാ? ആരിലാ കാണുക? ജിംനോസ്പേമിലാ അല്ലേ. സോ ജിംനോസ്പേം എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് നമ്മൾ ഈ മൈക്കോറൈസയും കോർലോയിഡ് റൂട്ട്സും കാണുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദിസ് മൈക്കോറൈസ? മൈക്കോറൈസ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് എ സിംബയോട്ടിക് അസോസിയേഷൻ അല്ലെ. രണ്ട് പേര് തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സിംബയോട്ടിക് അസോസിയേഷൻ ആണ് മൈക്കോറൈസ. ആരൊക്കെ തമ്മിലാ? ഈ ജിംനോസ്പേംസിന്റെ റൂട്ട്സും ഫംഗയും തമ്മില്. സോ ഇറ്റ് ഇസ് എ symbiotic association between fungi and roots of higher plants. Fungi and roots of higher plants. ഫംഗയും റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സും തമ്മിലുള്ള ഒരു സിംബയോട്ടിക് അസോസിയേഷനെ വിളിക്കുന്ന പേരാണ് മൈക്കോറൈസ. ഓക്കെ, ക്വസ്റ്റ്യൻ തീർന്നില്ല. വാട്ട് ഈസ് ദ റോൾ ഓഫ് കോറലോയിഡ് റൂട്ട്സ്? കോറലോയിഡ് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ തമ്മിലുള്ള സിംബയോട്ടിക് അസോസിയേഷനാ? റൂട്ടും നൈട്രജൻ ഫിക്സിംഗ് സയനോബാക്ടീരിയ ആയിട്ടുള്ളതാണ്. ആരൊക്കെ തമ്മിലാ? റൂട്ടും നൈട്രജൻ ഫിക്സിംഗ് സയനോബാക്ടീരിയ. സോ ഈ നൈട്രജൻ ഫിക്സിംഗ് സയനോബാക്ടീരിയ ആയിട്ടുള്ള കോറലോയിഡ് റൂട്ട്സിന്റെ ആവശ്യം എന്താ? നൈട്രജൻ ഫിക്സേഷൻ. സോ അവർ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ നൈട്രജൻ ഫിക്സേഷൻ. നൈട്രജൻ ഫിക്സേഷന് വേണ്ടിയിട്ടാണ് കോറലോയിഡ് റൂട്ട്സ്. കോറലോയിഡ് റൂട്ട്സിന്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഫിക്സേഷൻ. ക്ലിയർ? നെക്സ്റ്റ്, കെരാജിൻ and algin are hydrocolloids obtained from algae. ആൽഗയിൽ നിന്ന് കിട്ടുന്ന രണ്ട് ഹൈഡ്രോക്ലോയിഡ്സ് വാട്ടർ ഹോൾഡിംഗ് ആൻഡ് കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് കെരാജിനും ആൽജിനും. ഇത് ആരിൽ നിന്നാ കിട്ടുക? കെരാജിൻ ആരിൽ നിന്നാ കിട്ടുക? ആൽജിൻ ആരിൽ നിന്നാ കിട്ടുക? രണ്ടും ആൽഗയിൽ നിന്നാ, രണ്ട് ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓഫ് ആൽഗയിൽ നിന്നാ. കെരാജിൻ എന്ന് പറയുന്നത് നമുക്ക് റെഡ് ആൽഗയിൽ നിന്നും, ആൽജിൻ എന്ന് പറയുന്നത് നമുക്ക് ബ്രൗൺ ആൽഗയിൽ നിന്നും കിട്ടുക. സിമ്പിൾ. നെക്സ്റ്റ്, റൈറ്റ് എനി ഫോർ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗെ. സ്ഥിരം ക്വസ്റ്റൻ, 3 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് ആൽഗയുടെ എക്കണോമിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. സോ സാധാ യൂസ് ഒന്നും എഴുതിയാൽ പോരാ, അവർ എക്കണോമിക്കൽ യൂസസ് 4 സാധനം ഉണ്ട്, അത് തന്നെ എഴുതി വെക്കണം. ഒന്നാമത്തത്, ചില ആൽഗേനെ നമ്മൾ ഫുഡായിട്ട് യൂസ് ചെയ്യും. ഏതൊക്കെ ആൽഗേനെയാ ഫുഡായിട്ട് യൂസ് ചെയ്യുക? ഒന്ന് പോർഫൈറ എന്ന് പറയുന്ന ആൽഗെ, രണ്ടാമത്തത് സർഗാസം എന്ന് പറയുന്ന ആൽഗെ, രണ്ടാമത്തത്
ലാമിനാരിയ എന്ന് പറയുന്ന ആൽഗെ. ഇവരെയൊക്കെയാണ് നമ്മൾ ഫുഡായിട്ട് യൂസ് ചെയ്യുന്ന ആൽഗെ. ഇനി വേറെ ചില ആൽഗയിൽ നിന്ന് നമുക്ക് അഗർ എന്ന് പറയുന്ന മെറ്റീരിയലിനെ കിട്ടും. ഏതൊക്കെ ആൽഗയിൽ നിന്നാ? ഗ്രാസിലേറിയ ആൻഡ് ജലീഡിയം. ഗ്രാസിലേറിയം ജലീഡിയത്തിൽ നിന്നാണ് നമുക്ക് അഗർ എന്ന് പറയുന്ന മെറ്റീരിയൽ. ഈ അഗർ എന്ന് പറയുന്ന മെറ്റീരിയൽ എന്തെങ്കിലും യൂസ് ഉള്ളതാണോ? ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് ഐസ്ക്രീംസ് ആൻഡ് ജെല്ലീസ്. ഐസ്ക്രീംസും ജെല്ലീസും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് അഗർ. ആൻഡ് ഓൾസോ ടു ഗ്രോ മൈക്രോബ്സ്. മൈക്രോബ്സിനെ വളർത്താൻ വേണ്ടി നമ്മൾ ഈ അഗർ എന്ന് പറയുന്ന മെറ്റീരിയൽ യൂസ് ചെയ്യും. ക്ലിയർ? മൂന്നാമത്തെ യൂസ്, ചില ആൽഗയിൽ നിന്ന് നമുക്ക് ഹൈഡ്രോകൊളോയിഡ്സിനെ കിട്ടും. എന്തിനെ കിട്ടും? ഹൈഡ്രോകൊളോയിഡ്സിനെ. അങ്ങനെ രണ്ട് ഹൈഡ്രോകൊളോയിഡ്സിനെ നമുക്ക് കിട്ടുക. ആൽജിൻ എന്ന് പറയുന്ന ഒരു ഹൈഡ്രോകൊളോയിഡും കെരാജിൻ എന്ന് പറയുന്ന വേറൊരു ഹൈഡ്രോകൊളോയിഡും. സോ ആൽജിൻ എന്ന് പറയുന്ന ഹൈഡ്രോകൊളോയിഡ് എവിടെ നിന്നാണ്, കെരാജിൻ എവിടെ നിന്നാണ് എന്ന് അറിഞ്ഞിരിക്കണം. ആൽജിൻ എന്ന് പറയുന്നത് നമുക്ക് ബ്രൗൺ ആൽഗയിൽ നിന്നാണ് കിട്ടുക. കെരാജിൻ എന്ന് പറയുന്നത് റെഡ് ആൽഗയിൽ നിന്നാണ് കിട്ടുക. റെഡ് ആൽഗയിൽ നിന്ന്. ഓക്കെ, ക്ലിയർ? ഡൺ. നെക്സ്റ്റ് ലാസ്റ്റ് യൂസ്, ചില ആൽഗയെ വി യൂസ് ഫുഡ് ഫോർ സ്പേസ് ട്രാവലേഴ്സ്. സ്പേസ് ട്രാവലേഴ്സ് പ്രോട്ടീൻ റിച്ച് ആയത് കാരണം ഫുഡായിട്ട് യൂസ് ചെയ്യുന്ന ചില ആൽഗ ഉണ്ട്. ആ ആൽഗയ്ക്ക് എക്സാമ്പിൾ ആണ് ക്ലോറെല്ല ആൻഡ് സ്പൈറുലിന. ഒരെണ്ണം എഴുതിയാൽ മതി, ക്ലോറെല്ല. ക്ലിയർ? ഇതാണ് ആൽഗയുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ്. ഈ 4 പോയിന്റ് മസ്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ദ മാസ്റ്റർ ഫോളോയിങ്. പ്രോതാലസ്. സ്ഥിരം ചോദിക്കുന്ന സാധനം പ്രോതാലസ്. ഇറ്റ് ഇസ് ദി താലോയിഡ് ഗാമറ്റോഫൈറ്റ് ഓഫ് ടെറിഡോഫൈറ്റ്. അതുകൊണ്ടോ നോക്ക്, ടെറിഡോഫൈറ്റിന്റെ താലോയിഡ് ഗാമറ്റോഫൈറ്റ്. യെസ്, അങ്ങനെ തന്നെ അവർ തന്നിട്ടുണ്ട്. ദ താലോയിഡ് ഗാമറ്റോഫൈറ്റ് ഓഫ് ടെറിഡോഫൈറ്റ്സ് ഇസ് നോൺ ആസ് പ്രോതാലസ്. പ്രോട്ടോണിമ ആരുടെയാ? ഇറ്റ് ഇസ് ദി താലോയിഡ് ഗാമറ്റോഫൈറ്റ് ഓഫ് മോസസ്. മോസസിന്റെ താലോയിഡ് ഗാമറ്റോഫൈറ്റ്. അതാണ്ടേ ദ ഗാമറ്റോഫൈറ്റിക് സ്റ്റേജ് ഓഫ് മോസസ്. ആന്തർഡിയം. എന്താ ആന്തർഡിയം? സെക്സ് ഓർഗൻ. എവിടെയുള്ളയാ? ബ്രയോഫൈറ്റ്സിന്റെ മെയിൽ സെക്സ് ഓർഗൻ. അതുണ്ടോ? ഉണ്ടടാ, അതാണ്ട് ഏത് മെയിൽ സെക്സ് ഓർഗൻ ഇൻ ബ്രയോഫൈറ്റ്സ്. ജെമ്മെ. ജെമ്മെ എന്നാണ് ഇത്. ജെമ്മെ. ജെമ്മെ എന്ന് പറഞ്ഞാൽ എന്താ? ദ അസെക്ഷുവൽ ബഡ്സ് ഇൻ ലിവർ ബേർഡ്സ്. ലിവർ ബേർഡ്സിന്റെ അസെക്ഷുവൽ ബഡ്സിനെ വിളിച്ച പേരാണ് ജെമ്മെ. ഇനി ഇത് സ്പോറോഫൈറ്റ് ഓഫ് ആൻജിയോസ്പേംസ് നമുക്ക് വേണ്ട, വിട്ടു. അതിനെ കുറിച്ചൊന്നും തന്നിട്ടില്ല. നെക്സ്റ്റ്, the given figure shows a plant which belongs to liverworts. liverwort എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന ഒരു പ്ലാന്റിന്റെ പടമാണ് തന്നിരിക്കുന്നത്. ഐഡന്റിഫൈ ദ പ്ലാന്റ്. ഹൂ ഇസ് ദിസ് പ്ലാന്റ്? ഏതാ ഈ പ്ലാന്റ്? ഈ പ്ലാന്റിന്റെ പേരാണ് മാർക്കാൻഷ്യ. ലിവർവേർട്സിന്റെ ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ അതാണ് ഇവിടെ തന്നിട്ടുള്ള മാർക്കാൻഷ്യ എന്ന് പറയുന്ന ആൾ. ഓക്കെ, നെയിം ദ അസെക്ഷുവൽ ബഡ് സീൻ ഹിയർ. ഈ മാർക്കാൻഷ്യയിൽ കാണുന്ന അസെക്ഷുവൽ ബഡ്സ് ഉണ്ട്. എന്താണ് അസെക്ഷുവൽ ബഡിന്റെ പേര്? ഇയാളുടെ പേരെന്താ? കാണാൻ പറ്റില്ല. ഇയാളുടെ പേരെന്താ? ജെമ്മെ. വെരി ഗുഡ്. സോ അതിന്റെ പേര്, അസെക്ഷുവൽ ബഡ്സിന്റെ പേരാണ് ജെമ്മെ എന്ന് പറയുന്നത്. ഓക്കെ, ഡൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The predominant stage in the life cycle of a moss is gametophyte. ശരിയാ? മോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രയോഫൈറ്റാ. ബ്രയോഫൈറ്റിന്റെ പ്രിഡോമിനന്റ് സ്റ്റേജ് അല്ലെങ്കിൽ മേജർ പ്ലാൻ ബോഡി എന്ന് പറയുന്നത് ഗാമറ്റോഫൈറ്റാ. ആണോ അല്ലയോ? ആണ്. മോസിന്റെ ആ ഗാമറ്റോഫൈറ്റ് സ്റ്റേജിൽ 2 സ്റ്റേജസ് ഉണ്ട്. അവർ ഗാമറ്റോഫൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിന് 2 സ്റ്റേജസ് ഉണ്ട്. വാട്ട് ആർ ദേ? അതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. സോ ദ ഗാമറ്റോഫൈറ്റ് ഓഫ് മോസസ്. മോസസിന്റെ ഗാമറ്റോഫൈറ്റിന് 2 സ്റ്റേജസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാ? ആദ്യം ഒരു ഫിലമെന്റസ് സ്റ്റേജ്. ആ സ്റ്റേജിന് വിളിക്കുന്ന പേരാണ് പ്രോട്ടോണിമ. ഫസ്റ്റ് സ്റ്റേജ് ഇസ് കോൾഡ് പ്രോട്ടോണിമ. സെക്കൻഡ് സ്റ്റേജ് കുറെ ലീഫ്, സ്പൈറലി അറേഞ്ച്ഡ് ലീവ്സ് ഒക്കെ വരുന്ന ആ സ്റ്റേജിന് വിളിക്കുന്ന പേരാണ് ലീഫി സ്റ്റേജ്. സോ 2 സ്റ്റേജസ് ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രോട്ടോണിമ സ്റ്റേജ്, രണ്ടാമത്തത് ലീഫി സ്റ്റേജ്. ഓക്കെ, നെക്സ്റ്റ് മാച്ച് ദ ഫോളോയിങ്. അഗെയിൻ മാച്ച് ദ ഫോളോയിങ്. അഗർ എന്ന് പറയുന്നത് ഇവിടെ എവിടെയാ വരിക? അഗർ എവിടെന്നാ നമുക്ക് കിട്ടുക? 2 ആൽഗയിൽ നിന്നാ. ഗ്രാസിലേറിയ ആൻഡ് ജലീഡിയം. ആൽഗ ഉണ്ടോ നോക്ക്. ഉണ്ടടാ, ദാണ്ടേ ജലീഡിയം എന്ന് പറയുന്ന ആൽഗയെ തന്നിട്ടുണ്ട്. നെക്സ്റ്റ്, ജമ്മ കപ്പ്. ജമ്മ കപ്പ് എവിടെയാ കാണുക? നമ്മളുടെ ബ്രയോഫൈറ്റ്സില്, ലിവർവേർഡ്സില്, മാർക്കാൻഷ്യയിൽ കാണുന്നതാണ് ജമ്മ കപ്സ്. ഉണ്ടോ? ദാണ്ടേ ലിവർവേർഡ്സ് എന്ന് തന്നിട്ടുണ്ടടാ. ജമ്മ കപ്പ്, ലിവർവേർഡ്സ്.
ഫ്യൂക്കോസാന്തിൻ ഒരു പിഗ്മെന്റ്, ആർക്ക് കളർ നൽകുന്ന പിഗ്മെന്റ്? ഫിയോഫൈസിയെ എന്ന് പറയുന്ന ബ്രൗൺ ആൽഗയ്ക്ക് കളർ നൽകുന്ന പിഗ്മെന്റ് ആണ് ഫ്യൂക്കോസാന്തിൻ. യെസ്, ഫിയോഫൈസിയെ തന്നിട്ടുണ്ട്. അതാണ്ട് ഫിയോഫൈസിയെ. സ്പാഗ്നം, സ്പാഗ്നം എന്താ? പീറ്റ് മോസ് എന്ന സ്പാഗ്നത്തെ അറിയപ്പെടുന്നത്. എന്തിന് എക്സാമ്പിളാ? ബ്രയോഫൈറ്റിന്റെ മോസസിന് എക്സാമ്പിൾ ആണ് സ്പാഗ്നം. സോ സ്പാഗ്നം, മോസസ്. ഫൈക്കോ എർത്രൻ, ഫൈക്കോ എർത്രൻ എന്ന് പറയുന്നത് റെഡ് ആൽഗയായ റോഡോഫൈസിക്ക് റെഡ് കളർ നൽകുന്ന പിഗ്മെന്റ് ആണ്. റോഡോഫൈസിയെ തന്നിട്ടുണ്ട്. അതാണ്ട് റോഡോഫൈസിയെ. മൈക്കോറൈസ, ഫംഗയും റൂട്ട്സും തമ്മിലുള്ള അസോസിയേഷൻ ആണ് മൈക്കോറൈസ. ആരിലാ കാണുക? ജിംനോസ്പേമില്, പൈനസിൽ ഉണ്ട്. ഇതാണ്ടേ പൈനസ് തന്നിട്ടുണ്ട്. നല്ല ഒരെണ്ണമായിരുന്നല്ലേ, നല്ലൊരു മാത്സ് ഫോളോയിങ് ആയിരുന്നു. നെക്സ്റ്റ്, ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ഐഡന്റിഫൈ ദ പ്ലാന്റ്. ഏതായി പ്ലാന്റ്? ഏത് പ്ലാന്റിന്റെ പാർട്ടായി തന്നിരിക്കുന്നത്? ദിസ് ഇസ് ബ്രയോഫൈറ്റിന്റെ മോസസിന്റെ എക്സാമ്പിൾ ആയ ഫ്യൂണേറിയ. വെരി ഗുഡ്. ഫ്യൂണേറിയയുടെ പടമാണ് ഈ തന്നിട്ടുള്ളത്. ദിസ് ഇസ് ഫ്യൂണേറിയ. ഐഡന്റിഫൈ ദ പാർട്സ് എ, ബി ആൻഡ് സി. സി എന്ന് പറഞ്ഞവര് ഇതാണ് പാർട്ട്. സി പോയതാ, മാഞ്ഞു പോയതാ. സോ എ എന്ന് പറഞ്ഞാൽ ഏതാ? സ്പോർസ് ഉണ്ടാവുന്ന ആ പാർട്ട്, അതിനെയാണ് നമ്മൾ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ആ ബി, ആ തണ്ടാണ് ബി. ആ ബിക്ക് വിളിക്കുന്ന പേരാണ് സീറ്റ. സി എന്ന് പറഞ്ഞാൽ ആ റൂട്ട് ലൈക്ക് സ്ട്രക്ചർ, അതിന് വിളിക്കുന്ന പേരാണ് റൈസോയിഡ്സ്. അതാണ് എ, ബി ആൻഡ് സി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എ ആൻഡ് ബി ബിലോങ്സ് ടു വിച്ച് പാർട്ട് ഓഫ് പ്ലാന്റ്? അതായത് ഈ എയും ബിയും, ക്യാപ്സ്യൂളും സീറ്റയും ആ പ്ലാന്റിന്റെ ഏത് പാർട്ടാണ്? ഗാമറ്റോഫൈറ്റ് ആണോ സ്പോറോഫൈറ്റ് ആണോ എന്ന് അവർ ഉദ്ദേശിക്കുന്നത്? ഏത് പാർട്ടാ? സ്പോറോഫൈറ്റിന്റെ പാർട്സ് ആണത്. സ്പോറോഫൈറ്റ്. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളുടെ പ്ലാൻ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ നോക്കേണ്ടത്. ക്ലിയർ ആണോ? പ്ലാൻ കിങ്ഡം ചാപ്റ്റർ പക്കായാണോ? എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് പഠിക്കണം. ഒരു ക്വസ്റ്റ്യൻ പോലും സ്കിപ്പ് ചെയ്യുന്ന, ഇത് ചോദിക്കത്തില്ല എന്നൊരു മനസ്സിലൊരു ഇത് വേണ്ട, അത് വെച്ച് മാറ്റിയേക്ക്. കറക്റ്റ് നമ്മൾ ആ സ്കിപ്പ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും എക്സാമിന് നാളെ കാണുക. അപ്പോൾ ഒരു വിഷമം വരും, അത് എന്താന്ന് ഉത്തരം നോക്കിയാൽ മതിയായിരുന്നു എന്നൊരു മനസ്സിലൊരു വിഷമം വരും. ആ വിഷമമൊന്നും വരരുത്. പരീക്ഷ കഴിഞ്ഞ് എഴുതുമ്പോൾ ഫുൾ മാർക്ക് ഉറപ്പിച്ച് വേണം എൻ്റെ മക്കൾ എഴുതാൻ. ഓക്കെ, സോ ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ബൈ ബൈ.